ബാലകൃഷ്ണ കൊച്ചു കള്ള എന്റെ ആറ്റുപോലെ അമ്മച്ചി ഇങ്ങനെ നമുക്ക് അസൂയാണ്. നമ്മുടെ ഏറ്റവും വലിയ സീറ്റ് ബാക്ക് ബെഞ്ചാണ്. എന്റെ മേക്കപ്പ് ബോക്സ് മേക്കപ്പ് ഇടാൻ പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് എപ്പോഴും അവഗണനയാണ്. സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ടെലിവിഷനിലെ ആദ്യത്തെ റിയാലിറ്റി ഷോയിലെ വിന്നറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ശിവമുരളി എന്നതാണ്. അപ്പോൾ താങ്കൾക്ക് ഈ ഒരു ഇന്നത്തെ നിലയിലെ ആ ഒരു മുന്നേറ്റം എങ്ങനെ കാണുന്നു അതിനെ? നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. സമയമായി യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ എളിയ കലാകാരൻ്റെ വിരുദ്ധമായ നമസ്കാരം. എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങളും വിശേഷങ്ങളുമാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണണം, കണ്ട് ഈ ചാനലിനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഈ ചാനലിൻ്റെ നടത്തുന്നത്, എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതിന് വളരെയധികം നന്ദി. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓ തീർച്ചയായും. മിമിക്രി എന്ന കലാരൂപത്തിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? മിമിക്രി എന്ന് പറഞ്ഞ കലാരൂപത്തിലോട്ട് ഞാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു 28 വർഷമാവും. ഓക്കെ. ഒരു 26 വർഷമായിട്ട് പ്രൊഫഷണലായിട്ട് മിമിക്രി വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ആ 28 വർഷത്തിനിടയിൽ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. നമുക്ക് വന്നു, പക്ഷേ എൻ്റെ തിരക്ക് കാരണം ഞാൻ അത് കളഞ്ഞു എന്നുള്ള പറയാനാണെങ്കിൽ ഒരു കാര്യം എന്തായിരിക്കും? അത് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും മിമിക്രിയിലൂടെ ഈ ഫീൽഡിലേക്ക് വന്നതുകൊണ്ടും ആദ്യം ഒരു കാര്യം പറഞ്ഞു കേട്ടോ, നമ്മളിപ്പോൾ ഏതൊരു കലാകാരനായിരുന്നാലും, മിമിക്രി കലാകാരനായിരുന്നാലും, നാടക കലാകാരനായിരുന്നാലും, പാട്ടുകാരനായിരുന്നാലും, ഏത് മേഖല ആയിക്കോട്ടെ, നമ്മുടെ ആ കലാകാരന്മാരുടെയൊക്കെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളതാണ്. പാട്ടുകാരനാണെങ്കിൽ അതിനകത്തൊരു സിനിമയ്ക്കകത്തൊരു പാട്ട് പാടണം, അഭിനയിക്കുന്നവരാണെങ്കിൽ നല്ല സിനിമയ്ക്ക് നല്ല വേഷം കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ മിമിക്രിയിലൂടെ വന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, മറ്റുള്ളവരെ പോലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ലൊരു സിനിമ നടനാവുക എന്നുള്ളതായിരുന്നു. അറിയപ്പെടുന്ന കേരളത്തിലെ നല്ലൊരു മികച്ച നടനായിട്ട് മാറുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ട്രൂപ്പുണ്ട്, സ്കൈലാർക്ക് തിരുവനന്തപുരം. അപ്പോൾ ആ ട്രൂപ്പിൽ തന്നെ എന്നോടൊപ്പം ഒരു 10, 20, 25 ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എല്ലാ വർഷവും ഞാൻ ഒരു 10ഓളം ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ അവസരങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ചില അവസരങ്ങൾ ഞാൻ പറയാൻ വന്നത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ട്രൂപ്പ് ഒരു വർഷം ക്യാമ്പൊക്കെ ഇട്ട് റിഹേഴ്സലൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു വേദികളിൽ അവതരിപ്പിച്ച് സീസൺ തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്നൊരു സിനിമയിലോട്ട് ക്ഷണം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സിനിമയിലോട്ട് പോകാൻ പറ്റുന്ന വരില്ല. കാരണം നമ്മൾ ഒരു പരിപാടിക്ക് ഷോയ്ക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എഗ്രിമെൻ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. പകരം വേറെ ആളെ കൊടുക്കാനും പറ്റില്ല. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ കുറേ സിനിമകൾ പോകാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ മിമിക്രിക്ക് വേണ്ടി കുറേ സിനിമകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ശരി, നമ്മളെല്ലാം ഓരോ കൃത്യമായിട്ടുള്ള സമയത്ത് ചെയ്യണമെന്നാണല്ലോ എൻ്റെ ഒരു അതെ 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 അല്ലെങ്കിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അതെ, സമയം കാത്തു നിൽക്കൂല. കിട്ടുന്ന ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കുക. തീർച്ചയായും. നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഞാൻ കാഴ്ച വച്ചത്, അത് ചിലപ്പോൾ പ്രേക്ഷകന് അങ്ങനെ തോന്നണമെന്നില്ല, പക്ഷെ ആ ഒരു പെർഫോമൻസ് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് വർഷത്തിൽ ഏത് സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഏത് മൂവിയിലായിരുന്നു? ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ താങ്കൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, മിമിക്രിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, സിനിമകളിൽ ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ഒരു സിനിമ ഉണ്ട്, ആ പേര് ഞാൻ അടുത്ത് ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരം, അതായത് ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ ഓക്കെയാണ്, ഞാൻ നല്ലൊരു പെർഫോമൻസ് ചെയ്തു, പക്ഷേ അത് പ്രേക്ഷകർ അതിങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഓർക്കുന്നുണ്ടോ അങ്ങനൊരു? അല്ല, അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. കാരണം നമ്മൾ മിമിക്രി സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നാലും ചില ചാനലിലെ പരിപാടി ആയിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം നമ്മുടെ പ്രേക്ഷകരുടെ അഭിരുചി ഇഷ്ടങ്ങളൊക്കെ പലതും പല ടൈപ്പിലാണല്ലോ. നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉത്സവപ്പറമ്പിൽ പോവുകയാണ്. അതിപ്പോൾ പല സ്ഥലത്തുള്ള പരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പം റെസിഡൻസി പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ ഒരു VIP ആയിരിക്കും, ഭാര്യയും മക്കളൊക്കെ ആയിട്ടിരിക്കുന്ന കാണുന്ന പരിപാടിയായിരിക്കും. ചില ക്ലബിൻ്റെ പരിപാടിയുണ്ട്, ചിലപ്പോൾ ഒരു ലോക്കൽ ഏരിയ ആയിരിക്കും, കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഐറ്റം ആയിരിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടി എല്ലായിടത്തും അത് കറക്റ്റായിട്ട് പോകണമെന്നില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ ചില ലോക്കലായിട്ട് കളിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള സ്ലാങ്ങും അല്ലെ ആ രീതിയിലുള്ള പെർഫോമൻസ് ചെയ്താൽ മാത്രമേ അവിടെ പരിപാടി ഏക്കത്തുള്ളൂ. പക്ഷെ ആ സെയിം സാധനം കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സ്ഥലത്ത്
കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചില അവസരങ്ങളിൽ നമുക്കങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. കാരണം ചില ഈ അവരിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളത് ശരിക്കും 2 ടൈപ്പിൽ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വയ്ക്കും. എന്ന് വെച്ചാൽ ചില സ്റ്റാൻഡേർഡ് ഓഡിയൻസിന് ആ രീതിയിലും, അല്ലാതെ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ രീതിയിലും പ്രോഗ്രാം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അതുപോലെ ചാനലിൽ ഇത് പറ്റിയിട്ടുണ്ട്. ചാനലെന്ന് പറയുമ്പം നമ്മൾ സ്ഥിരം എല്ലാതരം പ്രേക്ഷകരും ടി വി ഇരുന്ന് ഫ്രണ്ടിൽ ഇരുന്ന് കാണുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ നമുക്കതിനകത്ത് ദ്വയാർത്ഥ പദപ്രയോഗങ്ങൾ, ഒരു അശ്ലീലം കലർന്ന വാക്കുകൾ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. തുടക്കത്തിൽ നമ്മൾ ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ സമയത്തൊക്കെ അങ്ങനെ ഒരുപാട് ഫാക്ടർ നെഗറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പലരും പറഞ്ഞു തരികയും ഗ്രൂമേഴ്സ് നമ്മൾ അതിൻ്റെ ഡയറക്ടറൊക്കെ പറഞ്ഞു തരികയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് മാറ്റിയെടുത്തതാണ്. ശരി ശരി ശരി. ഇപ്പോൾ നമ്മുടെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അനുഭവത്തിലുണ്ടായ ഒരു കാര്യമായിരിക്കും ഞാനിത് ചോദിക്കുന്ന ഈ ചോദ്യം വരുന്ന കലാകാരന്മാർക്ക് ഒന്നൊരു ജസ്റ്റ് ഒരു അറിവിനേക്ക് വേണ്ടിയിട്ട്. അതായത് സ്റ്റേജ് ഫിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല ചില സമയത്തിൽ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടാവും. അതെ, തീർച്ചയായും. ചിലപ്പോൾ ലൈൻ തെറ്റിപ്പോവും. അങ്ങനെ വരുമ്പോൾ സ്റ്റേജ് ഫിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാറുണ്ട്? അല്ല, അത് ശരിക്കും ഇത് നമുക്കത് ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ അവരെടുക്കും. അതെ അതെ. ചിലപ്പോൾ ഈ ചില ആൾക്കാർക്ക് ഉള്ളിൽ നല്ല കഴിവ് കാണും, നന്നായിട്ട് പെർഫോം ചെയ്യും. ചിലപ്പോൾ നടന്മാരുടെ ശബ്ദം അനുകരിക്കും, നല്ല സ്കിറ്റ് അവതരിപ്പിക്കാനുള്ള ടാലൻ്റ് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് സ്റ്റേജിൽ ഓഡിയൻസിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ സഭാകമ്പം ഉണ്ടാവും. കാരണം ഇവർ ചിലപ്പോൾ കൂവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവോ. ശരിക്കും അതാണ് ഈ ഒരു സ്റ്റേജ് ഫിയറിന് കാരണം. അയ്യോ, നമ്മളിനിപ്പോൾ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ അത് മോശമായി പോവും. അപ്പോൾ എൻ്റെ ട്രൂപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വർഷവും കുറച്ച് എൻ്റെ അടുത്ത് ചാൻസ് ചോദിച്ച് വരുന്നവർക്കൊക്കെ ഞാൻ ചാൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം ഞാൻ മിമിക്രി സ്വന്തമായിട്ട് തുടങ്ങി വന്നൊരു കലാകാരനാണ്. എനിക്ക് അത് പഠിപ്പിച്ചു തരാനോ പഠിക്കാനൊന്നും ഗുരുക്കന്മാരൊന്നുമില്ല. ഞാനൊരു കലാകാരനായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച്, അത് വേറൊരു കഥയാണ്, അത് ഇടയ്ക്ക് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലോട്ട് എത്തിപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേജ് ഫിയറും എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നൊക്കെ അറിയാം. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ പറയും, എടാ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു കലാകാരനാവുന്ന എന്തിനാണ്? നമ്മളെ 10 പേര് അറിയുക, നമ്മളെ 10 പേര് ബഹുമാനിക്കുക, നമുക്കൊരു പേരുണ്ടാകുക, അതിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മളിങ്ങനെ സ്റ്റേജ് ഫിയറൊക്കെ ആയിട്ടൊന്ന് മാറി നിന്ന് നമ്മൾ ആരെങ്കിലും ബഹുമാനിക്കും, 2-3 സ്റ്റേജ് കളിക്കും, ഒരു പേടി വരും, അതോടെ നമ്മൾ പരിപാടി നിർത്തും. അങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന പുതിയ ആൾക്കാരെടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ മിമിക്രി പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള കുട്ടികളെടുത്ത് ഈ സ്റ്റേജ് ഫിയറും പേടിക്കാതിരിക്കാനൊക്കെ ഉള്ള മാർഗ്ഗങ്ങളും ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് മാറ്റിയെടുക്കാറുണ്ട്. അത് ആർക്കും നമ്മളിപ്പോൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഒന്നും നമ്മൾ ലോകത്തിൽ ആരുമല്ല. നമുക്കിപ്പോൾ എവിടെയെങ്കിലും കയറി വരണമെങ്കിൽ വേറെ ആരുടെ സഹായമില്ല. തീർച്ചയായും കഴിവുള്ളിലുണ്ട്. പക്ഷെ നമുക്ക് നമ്മളിലോട്ട് കയറി വരാൻ നമ്മൾ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെയാണ് ആ പേടിക്ക് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ നമ്മളൊരു മിമിക്രി, ഞാൻ മുമ്പ് സുഹൃത്തിനോട് സൂചിപ്പിച്ചിരുന്ന പോലെ, മിമിക്രിയൊക്കെ കേട്ടും പറഞ്ഞും മറ്റുള്ളവർ ചെയ്തൊക്കെ കണ്ട് എഴുതിയെടുത്തൊക്കെയാണ് പഠിച്ച് മിമിക്രിലോട്ട് വന്നത്. കാരണം അന്നൊരു ഗുരുവോ പഠിപ്പിച്ച് തരാനൊന്നും ആരുമില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ മാറി. ഇന്നെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. നമുക്കൊരു 5 സ്റ്റാറെങ്കിലും പറയാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു ചാനലിൽ പോയി കഴിഞ്ഞാൽ, അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ആ വ്യക്തി വൈറലാണ്. ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട്. തീർച്ചയായും. പണ്ടൊക്കെ നമ്മൾ ബോക്സും ചുമന്ന് കട്ടനും കെട്ടി കിലോമീറ്ററോളം നടന്ന് ചാൻസ് ചോദിച്ചാണ് ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നേ നമുക്ക് ആ സ്റ്റേജ് ഫിയർ പോയി. നമുക്കെങ്കിലും സ്റ്റേജ് കിട്ടണം എന്നുള്ളൊരു രീതിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അന്നത്തെ അനുഭവങ്ങളും നമ്മൾ വന്ന വഴികളൊക്കെ ഈ ഇങ്ങനെയുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരങ്ങനെ കുറേ പേടിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ സിനിമകളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാർ എന്നോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പണ്ട് ഈ സ്റ്റേജ് ഫിയർ ആയിട്ടൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഉറപ്പാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 100% അല്ലെങ്കിൽ 120% ഓരോ പെർഫോമറും കാണിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതെ അതെ. അവിടെ നമ്മുടെ ഫിയർ അല്ല പ്രേക്ഷകൻ കാണും. അയ്യോ, അതൊന്നും കാണേണ്ടത് പെർഫോമൻസ് ആണ്. നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിൽ മിമിക്രി ആകുമ്പം നല്ല എൻജോയ്മെന്റ് കൊടുക്കുക, അവരെ ചിരിപ്പിക്കുക. പാട്ടുകാരനാണെങ്കിൽ അവരെ പാട്ട് പാടി രസിപ്പിക്കുക, നാടകനാണെങ്കിൽ അഭിനയം കൊണ്ട് അവരെ വിസ്മയിപ്പിക്കുക. അതാണ് ഒരു കലാകാരൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചപ്പെട്ടു. തീർച്ചയായിട്ടും. പിന്നെ സമയമായി യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 സിനിമാ താരങ്ങളുടെ ശബ്ദം എടുക്കാം. ശരി ശരി. ഞാൻ ആദ്യം മിമിക്രി തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചിരുന്നത് നടന്മാരുടെ ശബ്ദം അനുകരിക്കുന്നതാണ്. കാരണം അന്നൊക്കെ ആ സമയത്തൊക്കെ നടന്മാരുടെ ശബ്ദം അനുകരിക്കുക, പ്രകൃതി ശബ്ദങ്ങൾ അനുകരിക്കുക, അതാണ് ഹൈലൈറ്റ്. അതെ അതെ അതെ. അതിനുശേഷമാണ് സ്കിറ്റൊക്കെ വളരെ മുകളിലോട്ട് കയറി വന്നത്. അപ്പം അന്ന് തന്നെ അനുകരിച്ചിരുന്ന കുറേ സ്റ്റാറുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോഴും അനുകരിക്കുന്ന 3 ഫാൻസ് എന്ന് പറയാം. അതെ അതെ, 3 കോമഡി താരങ്ങളുടെ ശബ്ദം അനുകരിക്കും. അത് മലയാളത്തിലെ മികച്ച കൊമഡിയന്മാരാണ്. ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അനുകരിക്കുന്നത് മലയാളത്തിലെ ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ
കോഴിക്കോടിൻ്റെ അഭിമാന താരം ശ്രീ മാമുക്കോയ. ഓക്കെ. ഓക്കെ. പറ്റൂല ബാലകൃഷ്ണ കൊച്ചു കള്ള കള്ള നായിന്റെ മോനെ, അന്നെ തല്ലാനോ കൊല്ലാനോ അല്ല ബാലകൃഷ്ണ, അന്നുള്ള സ്നേഹം കൊണ്ടാണ് മോനെ നമ്മളീ പറഞ്ഞത്. അന്റെ കാര്യം അത് നമ്മളേറ്റ്, അന്റെ ഉമ്മാന്റെ കാര്യം അതവന്റെ വാപ്പയേറ്റ്. യു ബ്ലഡി ബ്യൂട്ടിഫുൾ, യുവർ മദർ ഇസ് ബ്ലഡി ബ്യൂട്ടിഫുൾ. വാലിക്കും അസ്സലാം. മറ്റൊരു ഹാസ്യതാരം, മലയാളത്തിലെ പകരം വെക്കാനില്ലാത്ത കോമഡിയുടെ രാജാവ് ശ്രീ ജഗദീഷ് ശ്രീകുമാർ സാർ. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ശ്രീ ജഗദീഷ് ശ്രീകുമാർ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ചില കേന്ദ്രമന്ത്രിമാർ പറയുന്നു കാടില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അപ്പൊ അറബിക്കടലിൽ മഴ പെയ്യുന്നതോ അതാ ചക്കപ്പുഞ്ചോ? ഈ നാടോടെ ക്രിക്കറ്റ് കളി ഒരുത്തോ ബോളെടുത്തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. പിന്നെ എന്തിനടേ പുല്ല് കളിക്കണത്? എന്റെ ആറ്റുപോലെ അമ്മച്ചി. ഗ്യാസ് ഗ്യാസ്. താങ്ക് യു. മറ്റൊരു നടൻ മലയാളത്തിൽ വില്ലനായിട്ട് കടന്നു വന്ന് കോമഡിക്ക് തൻ്റെതായ വ്യത്യസ്തമായ ശൈലി കൊണ്ടുവന്ന ശ്രീ ജനാർദ്ദനൻ. ഓഹോ, പിടികിട്ടി. നീ തങ്കപ്പൻ അല്ലടാ, പൊന്നപ്പൻ. എടാ എൽദോ, അവന്റെ കാലിൽ തല്ലി ഒടിക്കടാ. ഓ എന്റെ അല്ല അവന്റെ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം, എല്ലാരും ചേർന്ന് കൈയടിച്ചു. സോനാരേ സോനാരേ സോന നിലാപ് തെളിഞ്ഞില്ലേ, ചുരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. ഓ ഓ ഓ സോനാരേ സോനാരേ സോന നിലാപ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. ഓ ചെറ്റ. താങ്ക് യു. ഓക്കെ. വളരെ വളരെ എൻജോയബിൾ ആയിരുന്നു. ഒപ്പം ആ ഒരു സൗണ്ട് മോഡുലേഷനും എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, സ്കൂൾ കാലഘട്ടങ്ങളിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള കഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു മിമിക്രിയിൽ വന്നത് കലാപാരമ്പര്യമുള്ള ഒരു ഫാമിലിയിൽ നിന്നല്ല. ഞാൻ ജനിച്ച് വളർന്നത് ഒരു കോളനി ഏരിയയിലാണ്. ഇപ്പം നമ്മളൊക്കെ അങ്ങ് വീണ്ടും കോളനി ഏരിയയിലാണ് ജനിച്ചു വളർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പരിഹസിക്കുകയും ഇപ്പോഴും അങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നും. പക്ഷെ ഞാൻ എവിടെയും പറയാം, നമ്മൾ കോളനി ജനിച്ചോളും, കോളനി അല്ലാതെ എനിക്ക് വേറെ സ്ഥലത്ത് ജനിക്കണമെന്ന് പറയാൻ പറ്റും. അതെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. കലയായിട്ട് ബന്ധം എന്ന് പറയാനായിട്ട് എനിക്ക് എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഉള്ളത്, എൻ്റെ അച്ഛന് ഒരു ചെറിയൊരു വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. ഇതിൽ സിലോൺ FM പാട്ട് കേൾക്കും, തമിഴ് ശ്രീലങ്കൻ ചാനലിൽ സിലോൺ FM ഉണ്ട്. അതിലെ പാട്ടുകൾ കേട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഈ പാട്ടുകൾ കേട്ടാണ് ഞാൻ കലയായിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ആ പാട്ടുകളൊക്കെ കേട്ട് തമിഴ് പാട്ടൊക്കെ എഴുതിയെടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ പാടിയൊക്കെ നോക്കും. പക്ഷെ പാടാനുള്ള കഴിവൊന്നുമില്ല, ഇപ്പോഴും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കേട്ട് ഇങ്ങനെ വന്ന് പിന്നെ എൻ്റെ അത് ഇങ്ങനെ ഉള്ളിൽ കിടന്നു, പാട്ടൊക്കെ കേൾക്കുന്നത് ഇഷ്ടപ്പെട്ട്. ഞാൻ പിന്നെ സ്കൂളിലൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് ഈ ഡാൻസൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് മിമിക്രി പ്രചോദനമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ പ്രകാശ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനാണ്. അവൻ അടുത്തൊരു സുഹൃത്താണ്, ഇപ്പോഴും വിളിക്കുകയും വിഷയം തിരക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രകാശ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ സ്കൂളിൽ നന്നായിട്ട് പാടും. രാവിലെ പാടുന്നത് അവനാണ്, പ്രയർ പാടുന്നവനാണ്, വൈകുന്നേരം ജനഗണമന പാടുന്നവനാണ്, നന്നായിട്ട് പഠിക്കും. ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. ടീച്ചറിനൊക്കെ ഭയങ്കര കാര്യം, കുട്ടികൾക്ക് ആരാധകർ അവന് ഭയങ്കര, നമുക്കൊക്കെ അസൂയാണ്. പക്ഷെ നമ്മളൊരു കോളനി അന്നത്തെ കാലത്തൊക്കെ നമ്മളിപ്പോൾ ഒരു കോളനി ഏരിയ നിന്ന് വരുന്ന ഒരു 5-6 എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സീറ്റ് ബാക്ക് ബെഞ്ചാണ്. എന്നാൽ പഠിക്കുന്നവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ടീമെ മൊത്തം പുറകിലെ ഇരുന്നതുള്ളൂ. അതെ. പക്ഷെ അപ്പോൾ എനിക്ക് ഈ ഭയങ്കര ആഗ്രഹം, ഈ പ്രകാശ് നന്നായിട്ട് പാടും. ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഇതുപോലെ ടീച്ചറിന് സ്നേഹം കിട്ടും, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് ഈ പ്രകാശിൻ്റെ കൂടെ കമ്പനി അടിക്കാൻ നോക്കി. പക്ഷെ അവന് നമ്മളുമായിട്ട് അത്ര വലിയ മിങ്കിളാവാനായിട്ടൊന്നും സാധ്യതയില്ലാത്തതുകൊണ്ട് വീട്ടിൽ പറഞ്ഞു ഇതുപോലെ പാട്ട് പഠിക്കേണ്ട ആഗ്രഹമുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് പാട്ടൊന്നും പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അങ്ങ് മാറിപ്പോയി. ആ സമയത്താണ് നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞൊരു കലാരൂപം ഇങ്ങനെ പ്രശസ്തി അറിയിച്ച് പറഞ്ഞത്. പണ്ട് ഡോക്ടർ ആൽബൻ്റെ മാതാ ഓജ എന്നൊരു പാട്ടൊക്കെ കേരളത്തിൽ തരംഗമായിരുന്നു. അന്നൊക്കെ പിള്ളേരൊക്കെ ഡാൻസ് കളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, ട്രൂപ്പൊക്കെ ഒരുപാട് ഡാൻസ് സമിതികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പാട്ട് വിട്ടിട്ട് ഞാൻ വിചാരിച്ചു, ഈ പാട്ട് വിട്ട് ഡാൻസ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ടീച്ചർമാർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാൻസ് ബിൽറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. സ്കൂള് കട്ട് ചെയ്ത്
പല പ്രാവശ്യം സ്കൂൾ കട്ട് ചെയ്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ പഠിപ്പിക്കുന്ന ചന്തു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് പോയി ഈ സിനിമ ഡാൻസ് പഠിക്കാൻ പോയി. കുറേ ദിവസം സ്കൂൾ കട്ട് ചെയ്ത് അത് സ്കൂളിൽ അവതരിപ്പിച്ച് ആ ഡാൻസും പൊളിഞ്ഞ് സ്കൂളിൽ നിന്ന് ഒരാഴ്ച പുറത്താക്കി. സ്കൂൾ കട്ട് ചെയ്ത് പോയതുകൊണ്ട് 2 ഡാൻസ് നന്നാകത്തതുകൊണ്ട് ടീച്ചർ പുറത്താക്കി. അങ്ങനെ പാട്ടും ഡാൻസും ഉപേക്ഷിച്ച് ആ ഇരിക്കുന്ന സിറ്റുവേഷൻസിലാണ് 8ാം ക്ലാസ്സിലേക്ക് വെച്ചാണ് നമ്മളെ കേരളത്തിലൊക്കെ മിമിക്രി സജീവമായിട്ട് അറിയാൻ തുടങ്ങിയത്. കലാഭവൻ മിമിക്രി കാസറ്റുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഫുട്പാത്തിലൊക്കെ കാസറ്റൊക്കെ കിട്ടുമായിരുന്നു. ആ സമയത്ത് യാദൃച്ഛികമായിട്ട് ഞാൻ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ 3 മൂട്ടകളെന്ന് പറഞ്ഞിട്ട് ജൂനിയർ ആലിമൂടൻ ചേട്ടനും ഒരു 2-3 പേരുണ്ട്. അവരുടെ ഒരു സ്റ്റേജ് ഷോ ശ്രദ്ധയ്ക്കേടായി. ഭയങ്കര കയ്യടിയും ഭയങ്കര ചിരിയുമായിരുന്നു. അത് അച്ഛനാണ് എന്നെ കൊണ്ടുപോയി കാണിക്കുന്നത്. പക്ഷെ അത് കണ്ടാണ് ഞാൻ മിമിക്രി കുറച്ചുകൂടി എനിക്കൊന്ന് ഈ മിമിക്രി കൊള്ളാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ അവതരിപ്പിക്കാം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന്. അന്നൊക്കെ ശരിക്കും ഈ ഇവർ ചെയ്യുന്നത് കുറച്ച് നടന്മാരുടെ ശബ്ദവും അതിൻ്റെ 1-2 ഫിഗറൊക്കെ ആയിട്ട് വരും, പിന്നെ പ്രകൃതി ശബ്ദങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് കിട്ടുന്ന കയ്യടി, ഇന്ന് കിട്ടുന്ന കൈയടിയുടെ ഒരു 10 ഇരട്ടി കൈയടി അന്ന് കിട്ടുന്നത്. ഒരു ചെറിയൊരു കാക്കട സൗണ്ട് വരച്ചാൽ അത്ഭുതം പോലെ കൈയടിക്കുകയാണ്. അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ. അപ്പം അങ്ങനെ ശരിക്കും അത് കണ്ടിട്ടാണ് ഞാൻ പിന്നെ അച്ഛനടുത്ത് പറഞ്ഞ പൈസ വാങ്ങിച്ചിട്ട് ഞാൻ ഈസ്റ്റ് പോയിട്ട് ഓവർബ്രിഡ്ജ് വന്നിട്ട് അന്ന് നമ്മളെ ഫുട്പാത്തിൽ പണ്ടത്തെ ഇറങ്ങുന്ന ഓഡിയോ കാസറ്റൊക്കെ കിട്ടും. അന്ന് അബീക്കയുടെയും മറ്റവിടെയൊക്കെ ഓണത്തിടയ്ക്ക് പൊട്ടിച്ചോടൻ ദേമാവലിക്കും ആ കാസറ്റൊക്കെ ഫുട്പാത്തിൽ വന്നു തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ കുറേ കൂട്ടുകാരൊക്കെ റെഡിയാക്കി നിർത്തി ഞാൻ ഈ കാസറ്റ് പോയി വാങ്ങിച്ച് കൂട്ടുകാരുടെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് കാസറ്റ് കേട്ട് എല്ലാം എഴുതിയെടുത്ത് കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ കയറിയാണ് ഞാൻ മിമിക്രി സെറ്റപ്പിലോട്ട് കണക്ഷൻ പിടിച്ച് വന്നത്. അതാണ് എൻ്റെ മിമിക്രി ലൈഫ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ മൂവിയിലുണ്ട് മിമിക്രി ആണല്ലോ ബേസ്. അതെ. അപ്പോൾ ഇതിൽ ഒരു പെർഫോം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ കോമഡിയാണ് കൂടുതലും, എൻ്റർടൈൻ ആണ് കൂടുതൽ ചെയ്യുന്നത്. അതെ. പക്ഷേ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവല്ലോ? ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു 10 സെക്കൻഡിലുള്ളൊരു റിയാക്ഷൻ സീൻ, ഒരു ആക്ഷനോട് എന്തെങ്കിലും നമുക്ക് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു പെർഫോമൻസ് ഒന്ന് പ്രകടിപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ നമ്മുടെ കോമഡി സ്റ്റാഴ്സിനകത്ത് കോമഡി സ്റ്റാഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പരിപാടി ചെയ്യുമ്പോൾ അതിൽ 100-ൽ ഒരു 90% സ്കിറ്റും ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് എഴുതുകയും റിഹേഴ്സൽ ചെയ്യുകയും ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്കിറ്റ് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാർ ചെയ്യുന്ന പോലെ മെയിൻ വേഷം ഞാൻ എടുക്കത്തില്ല. നമ്മളുള്ള ആൾക്കാരെ കൊടുത്തിട്ട് അതിനകത്ത് ചിലപ്പോൾ 2 ഡയലോഗ് ഉണ്ടായിരിക്കുള്ളൂ. ആ 2 ഡയലോഗുള്ള വേഷം ഞാൻ എടുക്കും. കാരണം ഞാൻ എപ്പോഴും ഈ പുതുമയായിട്ട് പുതിയ വേഷം ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതെൻ്റെ പഴയ സ്കിറ്റിലെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു ദിവസം അമ്മച്ചിയായിട്ട് വരുമെങ്കിൽ പിറ്റേ ദിവസം അപ്പൂപ്പൻ, പിറ്റേ ദിവസം ഭാര്യയായിരിക്കും, അമ്മുമ്മ, ഭർത്താവ്, ഗുണ്ട, അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അതിൽ തന്നെ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രമിക്കാം. കാരണം ഈ സിനിമാ മേഖലയിലെ മറ്റുള്ളവരൊക്കെ ഈ വ്യത്യസ്തമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുടെ നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അന്നേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നല്ലൊരു ആക്ട് കാണാൻ പ്രേക്ഷകർക്കും എനിക്കും താല്പര്യമുണ്ട്. അതെ. ഇപ്പോൾ ഒന്ന് മനസ്സിലൊരു 2 സെക്കൻഡ് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഒരു നല്ലൊരു പെർഫോമൻസ്. ഞാനിപ്പോൾ ചെയ്ത 6 ആണുങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമയ്ക്കകത്ത് അതാണ് ആ ഒരു സിനിമയുടെ പേര് പറയാന്ന് പറയും. അപ്പൊ അതാണ് നിലവിലെ പ്രോജക്ട് കഴിഞ്ഞത്. ഇപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ് 6 ആണുങ്ങൾ. 6 നായകന്മാർ, ഒരു നായകൻ. ചെറിയ പടമാണ്. മെയിൻ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ അല്പം കറുപ്പും വണ്ണം ഉള്ളത് കൊണ്ടും മേക്കപ്പ് ഇടാൻ പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് എപ്പോഴും അവഗണനയാണ്. കാരണം എന്നെ എപ്പോഴും പുച്ഛിക്കുകയും പൈസ കുറച്ച് തരികയൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ചെയ്ത ഒരു സംഭവം ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടുത്തെ നായികയെ മേക്കപ്പ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റാൻ പറയും. കലാഭവൻ മണിക്കൊരു അനുഭവം അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയും അവരുടെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് കള്ളം പറയും. അങ്ങനെ അവരെല്ലാം കൂടി വന്ന് എന്നെ ഉപദ്രവിക്കും. എൻ്റെ മാല ഇടുന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കും. കലാഭവൻ മണിയോട് അഭിനയിക്കാൻ പറ്റില്ലെന്ന് ദിവ്യാമണി പറഞ്ഞിട്ടുണ്ട്, ഐശ്വര്യ റായ്. അതെ. പക്ഷേ പിൽക്കാലത്ത് അവർ രണ്ടുപേരും അഭിനയിച്ചു. ദിവ്യാമണി അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ കലാഭവൻ മണിയോട് കൂടെ ഐശ്വര്യ റായ് മിക്ക ആൾക്കാരും അഭിനയിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ പെർഫോമൻസിലോട്ട് നമുക്ക് അപ്പോൾ ഈ കറുപ്പും അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കുറച്ച് ഗുണ്ടകളെ ചേർന്ന് നമ്മളെ ഉപദ്രവിക്കുകയും അടിച്ച് നിലംപരിശാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മേക്കപ്പ് കിറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒന്ന് ഡയലോഗ് ഞാൻ പറയാം. എൻ്റെ മേക്കപ്പ് ബോക്സ്, അമ്മേ എന്തിനാണമ്മേ എന്നെ പ്രസവിച്ചത്? എന്തിനാണമ്മേ എന്നെ ഇങ്ങനെ കറുപ്പായിട്ട് പ്രസവിച്ചത്? എനിക്ക് ജീവിക്കണ്ട അമ്മ, എനിക്ക് ജീവിക്കണ്ട. ഈ ലോകത്ത് കറുപ്പിനെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല. എല്ലാവർക്കും വെളുത്തവര് മതി. എന്നെ ഒന്ന് കൊന്നരോ അമ്മേ,
എന്നെ ഒന്ന് കൊന്നുരോ, എനിക്ക് ജീവിക്കണ്ട. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ ഈ കറുപ്പും എൻ്റെ ഈ ശരീരവും വെച്ച് എല്ലാവരും എന്നെ പരിഹസിക്കണമേ. എന്തിനമ്മ എന്നെ ജീവിപ്പിച്ചത്? എന്നെ ഒന്ന് കൊന്നുതരോ, എന്നെ ഒന്ന് കൊന്നുതരോ അമ്മേ. അങ്ങനെ പോവും. വളരെ കുറച്ചുകൂടി ഉണ്ട്, വളരെ പറയാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് വെച്ചാൽ വർണ്ണവിവേചനം എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ ഇപ്പൊ ഇല്ല. മൂവിയിലായോണ്ട് അത് ഓക്കെ. പക്ഷെ ഇന്ന് നിലവിൽ വർണ്ണവിവേചനം ഇല്ല ഒരിടത്തും. അത് ഇന്റർനാഷണൽ ലെവലായിരുന്നു, വേൾഡ് വൈഡ് അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളിപ്പോ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഇതൊരു പെർഫോമൻസിനായോണ്ട് അത് ഓക്കെയാണ്. പക്ഷെ വർണ്ണവിവേചനം ഇല്ല. അപ്പോൾ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് പറയാനുള്ളൊരു വർണ്ണവിവേചനം എന്നുള്ളൊരു സൂചന ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല. നിങ്ങളുടെ ഡയറക്ടർ അതൊരു സ്ക്രിപ്റ്റ് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും അത് കാണുന്ന ഒരു കുഞ്ഞു കുട്ടിയായിരിക്കാം. ആ കുട്ടിക്ക് ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലേ, അവൻ ചിലപ്പോ കറുത്തതായിട്ട് തോന്നും. ആ സിനിമ മായ്ച്ചു കളയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, അല്ല ഈ സിനിമ ആ സിനിമ പറഞ്ഞു വെക്കുന്നത് ഒരു പുരുഷപക്ഷ സിനിമയല്ല, എന്ന സ്ത്രീകളെ കുറ്റം പറയുന്നുമില്ല. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല കരയാൻ അറിയാൻ പറ്റുന്നത്, ആണുങ്ങൾക്കും കരയാം എന്നൊരു കൺസെപ്റ്റിലാണ് ആ സിനിമ. അപ്പൊ അങ്ങനെയുള്ള ഒരു 6 ആണുങ്ങളുടെ സ്റ്റോറിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇനിയുള്ളൊരു അടുത്തൊരു നമുക്ക് എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അപ്പോൾ ഇനിയുള്ളൊരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഒരു ആഗ്രഹം? 5 വർഷത്തിൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3 സിനിമയ്ക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങി, 2ാമത്തെ പടം ഉടൻ തന്നെ റിലീസാവും, 3ാമത്തെ പടത്തിൻ്റെ എഴുത്ത് വർക്ക് കിടക്കുന്നു. പിന്നെ ഞാനിപ്പോൾ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ഒരിടത്തും എത്തിപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മിമിക്രി തുടങ്ങിയ സമയത്ത് തന്നെ ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. കാരണം എനിക്ക് എഡിറ്റിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് അന്നത്തെ സാമ്പത്തിക സ്ഥിതിയനുസരിച്ച് ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പ് ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങിച്ചിട്ട് ഞാൻ യൂട്യൂബ് പോയി എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു. ഇപ്പം ഞാൻ കുറേ ഷോർട്ട് ഫിലിമും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ എഴുത്തുള്ളതുകൊണ്ട് എഴുത്ത് മേഖലയിലും ഒരുപാട് വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. പല യൂട്യൂബ് ചാനൽസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ, റീൽസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3-4 പടം അസോസിയേറ്റ് ചെയ്തു, ഒരു 4-5 പടം അസിസ്റ്റൻ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മിമിക്രി വരണമെന്നായിരുന്നു. മിമിക്രി വന്നു, അത് നേടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ വരണമെന്നായിരുന്നു. അങ്ങനെ കുറേ സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റി, ദൈവം സാധിച്ചു. ഇനി എൻ്റെ ഏറ്റവും വലിയ അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സിനിമ എഴുതി അത് എഡിറ്റ് ചെയ്ത്, ഡയറക്റ്റ് ചെയ്ത്, എഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കണമെന്നുള്ളതാണ്. അതിനും ദൈവം ഇപ്പോൾ എനിക്കൊരു ചാൻസ് തന്നു. അതും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. മറ്റൊരു ചോദ്യം എനിക്ക് അതിനിടയിൽ തോന്നിയതാണ്. അതായത് നമ്മൾ ആർട്ടിസ്റ്റുകൾക്കിടയിൽ തന്നെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ട് അല്ലേ? അതുണ്ടോ? എല്ലാ മേഖലയിലും ഉണ്ടാവും. പിന്നിലൂടെ ചവിട്ടുന്നവര് നമ്മൾ ഇത് ചോദിക്കുന്നത് വെച്ചാൽ പിന്നിലൂടെ ചവിട്ടുന്നവരോട് പറയാൻ എന്താ ഉള്ളത്? അവരോട് നേരിട്ട് പറയാൻ പറ്റത്തില്ല. അയ്യോ, അവരുടെ ഈ ഒരു വേദിയിലൂടെ പറയാനാണെങ്കിൽ എന്ത് പറയും? നമ്മൾ പിന്നിൽ ചവിട്ടുന്നവർ ഒരുപാട് പേരുണ്ട്. നല്ലതും ചവിട്ടുന്നിടത്ത് പറയേണ്ട ഒറ്റ വാക്കേ ഉള്ളൂ, ചവിട്ട് നിർത്ത്, നമ്മൾ പുറകെ തന്നെ ഉണ്ട് എന്ന് മാത്രമേ. അതൊരു തമാശ രൂപത്തിൽ പറഞ്ഞു. അതെ അതെ, വളരെയധികം നന്ദി. ആ ഒരു പെർഫോമൻസിൻ്റെയും മറ്റു ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. അപ്പോൾ സമയമായി എന്ന ചാനലിലേക്ക് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഈ പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിനും വളരെയധികം നന്ദി. ശ്രീ ശിവമുരളി എന്ന വ്യക്തിക്ക് ഇന്നും മുന്നോട്ട് വളരെ വളരെ സക്സസ് ഉണ്ടാവട്ടെ. ഒരു കഥ എഴുതി അതൊരു നല്ല രീതിയിൽ ചിത്രമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ തുടക്കം ഒരു റിയാലിറ്റി ഷോയിൽ നിന്നാണ്. അതുപോലെ തന്നെ കുറേ മുന്നേറ്റത്തിലോട്ട് വന്നു. ഇനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷം സമയമായി ഈ ചാനലിനും പ്രേക്ഷകർക്കും. ഞാൻ നേരത്തെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യവും വെച്ച് പറയാൻ പറ്റിയ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസ സഞ്ജു സാംസൺ. അദ്ദേഹം വന്ന വഴികളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെയുള്ളൊരു വഴി കൂടെയാണ് നമ്മളും കലാരംഗത്തോട്ട് വരുന്നത്. ഉറപ്പായിട്ടും നാളെ ഈശ്വരൻ നമ്മുടെ പ്രയത്നത്തിനും നമ്മൾ ആ കലയോട് കാണിക്കുന്ന ആ സ്നേഹത്തിനും നാളെ ജഗദീശ്വരൻ ഒരു വഴി ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉണ്ടാവണം. നമ്മുടെ സമയമായ ചാനലിൻ്റെയും എല്ലാവിധ സപ്പോർട്ടും ആശംസകളും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ. തിരുവനന്തപുരം എന്നുള്ള സ്ഥലം വളരെ ബ്ലെസ്ഡ് ആണ്. കലാകാരന്മാർക്ക് മുന്നേറ്റം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. എന്തായാലും ഞങ്ങളോട് ഇത്രയേരം ഇരുന്നതിന് നന്ദി, നമസ്കാരം.
വളരെയധികം നന്ദി. താങ്ക് യു. ശരി. സമയമായി